ഷാൻ, അവളെ വിടൂ. നീ ഇവിടെ വരാതെ പറ്റുമോ? പക്ഷെ ഞാൻ സ്റ്റണ്ടിലൊന്നും വന്നതല്ല, നിന്നെ അവസാനമായി ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. നീ ചതിയനാണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ ഗുണം നീയും കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ പിന്തുടർന്നത്. മര്യാദയ്ക്ക് പോകൂ. ഇന്നലെ വരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. കടകടച്ചറിഞ്ഞല്ലോ, ജേഴ്സി മാറ്റിയിരിക്കില്ലേ? നിങ്ങൾ എന്താ ഇവിടെ? സാറാണോ മാതാ കോളേജിലെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ? ഞങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസാ. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി. പേര് സലീം. എന്റെ പേര് ഷാൻ. ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. മൈ നെയിം ഇസ് ബാബു. ഞാൻ ഈ കോളേജിന്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ്. നിങ്ങൾക്ക് എന്ത് വേണം? സാർ, ഞങ്ങൾക്ക് സിന്ധുവിനെ ഒന്ന് പരിചയപ്പെടണം. ചുമ്മാ നമസ്കാരം. നമസ്കാരം. മൈ നെയിം ഈസ് സിന്ധു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യമായിട്ട് ഒന്ന് പരിചയപ്പെടണം. എങ്ങനെയാ പരിചയപ്പെടേണ്ടത്? ഊരും പേരും എല്ലാം അറിയണം. ആട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, അമ്മ കളിക്കായിരുന്നു? ഓ ഇല്ല. കളിച്ചിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഫോമിൽ ഡോട്ട് ചെയ്യാനോ ഫിനിഷ് ചെയ്യാനോ സാധിക്കില്ല. വണ്ടർഫുൾ പെർഫോമൻസ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. ഐ എം സോറി. ആട്ടെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? PDC ഫൈനൽ ഇയർ ആണ്. ആ, അപ്പം ഡിഗ്രിക്ക് കോളേജിലേക്ക് പോരെ, കൺസെഷൻ വാങ്ങിച്ചുതരാം. അമ്മയോട് ചോദിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ വീട്ടിലോട്ട് അയക്കാം. എന്തു പറയുന്നു? എന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അമ്മയാണ്. അമ്മ അനുവദിച്ചാൽ. അമ്മേ, കാപ്പി. കാപ്പിയൊക്കെ തരാം. കളി ആര് ജയിച്ചു? എന്തു പറയാനാ അമ്മേ, 5 ഗോളിന് ഞങ്ങളുടെ കോളേജ് തോറ്റു. അയ്യേ, ഷേം ഷേം. എടാ സലീമേ, നീയല്ലേ പറഞ്ഞത് ഞങ്ങൾ ജയിക്കുമെന്ന്? ആന്റി പറഞ്ഞു ശരിയാ. പക്ഷെ മാതാ കോളേജിന്റെ ടീമിൽ ഒരു മിന്നൽ കൊടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നൽ കൊടിയോ? അതെ ആന്റി, സെൻട്രൽ ഫോർവേഡ് ആയിട്ട് ഒരു പെണ്ണ് കളിച്ചു. ഒരു 18 വയസ്സുണ്ട്. ചക്കയിൽ ഈച്ച ഒട്ടി കിടക്കുന്ന പോലെ അവളുടെ കാലിൽ പന്തൊട്ടി കിടക്കും. ഈ 5 ഗോളും അവളെ സ്കോർ ചെയ്തു. നിങ്ങളുടെ പെമ്പിള്ളേർ വിചാരിച്ചിട്ട് അവളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? എവിടുന്ന്? അവൾമാരുടെ കോട്ട പൊളിച്ച് അവൾ കൈ കൊടുത്തു. എന്താ അവളുടെ പേര്? സിന്ധു. അമ്മേ, അടുത്ത വർഷം അവളെ ഞങ്ങളുടെ കോളേജിലേക്ക് തട്ടിയെടുക്കാൻ ഫിസിക്കൽ ഡയറക്ടർ ഏർപ്പാട് ചെയ്തു. ആരാ? സലീമോ? ഞാൻ സലീമിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മളെ ഫാദറിന്റെ ചൂടുള്ള കംപ്ലൈന്റ് വല്ലതും കിട്ടി കാണും. നിങ്ങൾ ബാപ്പയും മോനും തമ്മിൽ എന്താ എപ്പോഴും ഒരു വഴക്ക്? അങ്കിൾ, ബാപ്പ ഈ ലോകത്തല്ല ജീവിക്കുന്നത്. അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത പകനാണ് അയാൾ. നീ അങ്ങനെ പറയരുത്. നിന്റെ ബാപ്പ ആർക്ക് വേണ്ടിയാ സമ്പാദിക്കുന്നത്? എനിക്ക് വേണ്ടിയല്ല. നോ, നിനക്ക് വേണ്ടിയാ. എന്നാ എന്റെ ആവശ്യത്തിന് കാശ് തരണ്ടേ? നാളത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ കരുതുകയാണടാ. നാളത്തെ ആവശ്യത്തിന് ഞാൻ ഉണ്ടായിക്കോളാം. ഏതായാലും അങ്കിള് ബാപ്പയോടൊന്ന് പറഞ്ഞേക്ക്. എന്നെങ്കിലും ബാപ്പ മയ്യത്താവുമല്ലോ, അന്ന് ഇതെല്ലാം എന്റെ കയ്യിൽ വരുമെന്ന്. കള്ളാറാം എന്താണ് ഈ പറഞ്ഞത്? അനക്ക് നമ്മൾ മയ്യത്താവണല്ലേ? നിങ്ങളാണ് പിന്നെ പിടക്കാക്കുന്നത്. ഓൻ വരുമ്പോ കൈ നിറച്ച് പൈസ കൊടുക്കും. നീ വാ മോനെ. ഹമീദേ, സലീമിനെ എന്റെ മകനെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതിന്റെ കൂലി പടച്ചോരങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ടില്ലേ, പെറ്റ തറയിച്ചിട്ട് പോയ കുഞ്ഞിനെ വേറെ എടുത്തി പൊന്നുപോലെയല്ല കൊണ്ടുപോയത്. ഓളെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങളെ മുഖം മാറിയല്ലോ. ശരിക്കപ്പ നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാണ്.
നീ നെയ്ച്ചോറ് വെക്കുകയാണ്. അല്ല പാപ്പ. പിന്നെ ഇവിടെ നെയ്യിന്റെ മണടിക്കുന്നതോ? ഉപ്പുമാവിന്റെ അകത്ത് നെയ്യ് ചേർത്തില്ല പാപ്പ. ആര് പറഞ്ഞടാ എന്നോട് നെയ്യ് ചേർക്കാൻ? അതിനുള്ള വരുമാനം ഉണ്ടോ പാപ്പയ്ക്ക്? പാപ്പ ക്ഷീണിച്ചിരിക്കല്ലേ, ശരീരത്തിൽ കാൽസ്യം വേണ്ടേ? പടച്ചോനെ, ആ സൂക്കേട് മാത്രം ഞമ്മക്ക് വേണ്ട. എന്റെ പാപ്പ ഇത് സൂക്കേടല്ല. ഈ ശരീരത്തിന് എന്തെല്ലാം വൈറ്റമിൻസാ കൊടുക്കേണ്ടതെന്നറിയോ? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ. നിർത്തട. അന്റെ ഒരു ABCD. നീ നെയ്യ് ചേർത്തിണ്ടെന്ന് പറ. ബാപ്പ ഇത് കാര്യം ചെയ്യും, ഒരു നിക്കാഹ് കഴിക്കും. അപ്പം ബാപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വെച്ചിരുമല്ലോ. അടാ പറഞ്ഞോനെ, നീ പറഞ്ഞ എന്റെ കുട്ടൻസ് പാപ്പയ്ക്ക് പിടികിട്ടി. അനക്ക് പണിക്കാഴക്കും. എന്റെ പാപ്പ, ഞാൻ LLB പാസ്സാവാതെ മാരേജിനെ പറ്റി ചിന്തിക്കേ. എന്നാ പാപ്പ എന്നോടൊരു കാര്യം പറയാം. നമ്മളെ കുഞ്ഞുപാത്തുവിന്റെ പകല് ഒരു പെണ്ണുണ്ട്, സൈനവ. നീ കുഞ്ഞിനെ കണ്ടു കാണും. അവള് യത്തീമാണ്. അവളിവിടെ വീട്ടിൽ ജോലിക്കുള്ളൂ നിർത്താം. സന്തോഷം. പിന്നെ ഒരു കാര്യം, നീ സൈനവന്റെ അടുത്ത് മുണ്ടോ ചിരിക്കോ അവളെ തൊഴുകയോ ചെയ്യരുത്. ഓക്കെ, പക്ഷേ പാപ്പയും ഇതുപോലെ തന്നെ ചെയ്യണം. ഓടാ നമുക്ക്. നീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ. മോളെ സൈനവ. എന്താ പാപ്പ? മോളെ, ഇതാണ് ഞമ്മളെ മോൻ സലീം. ആര് പറഞ്ഞടാ നമുക്ക് എന്നോട് തിരിഞ്ഞു നോക്കാൻ? ആളൊന്ന് കാണണ്ടേ പാപ്പ? എന്നാ കണ്ടോ. അങ്ങനെ സൂക്ഷിച്ച് നോക്കണ്ട. മോളെ, ഈ പഴയന്റെ മുണ്ടൻ കാരണം എന്താ അറിയോ? പരിഷ്കാരിയാണ്. ഇമാറിന്റെ വേഷം കണ്ടോ? എല്ലൂമ്പിക്ക് പഠിച്ചാണ്. LLB അല്ല പാപ്പ, LLB. അതിനെ നമ്മളും പറഞ്ഞത്. മോളെ, നീ പഠിച്ചിരുന്നെങ്കിൽ ഇവരെ കൊണ്ട് നമ്മളെ നിൽക്കാൻ ശ്രദ്ധിക്കാൻ. പായ അടയ്ക്കട. എനിക്ക് പുറത്തേക്ക് പോയിക്ക. ഇനി അടുക്കള കാര്യമൊക്കെ ഇപ്പോഴും എടുക്കോളും. നിന്നെ കൊച്ചിലേ കണ്ടത്. നീ വളർന്ന് സുന്ദരിയായി പോയല്ലോ. കൊച്ചമ്മേ, ഈ ഫയൽ അത്യാവശ്യമായി നോക്കണമെന്ന് സോമൻ സാർ പറഞ്ഞയച്ചു. എന്താ കാര്യം? പുറത്തുനിന്ന് നമുക്ക് കിട്ടിയ 2 ലക്ഷം രൂപയുടെ ഓർഡർ എന്തോ വേല ഒപ്പിച്ച് പ്രസാദ് സാർ തട്ടിയെടുത്തു. നമ്മുടെ അവരുടെയും ലേബിൾ കണ്ട തിരിച്ചറിയില്ല. ഈ ലേബിളിന്റെ കാര്യം പ്രസാദ് സ്വന്തം കമ്പനി തുടങ്ങിയപ്പോഴേ മിസ്റ്റർ സോമൻ എന്നോട് പറഞ്ഞത്. നമ്മളെ ചതിക്കാൻ വേണ്ടി തന്നെയല്ലേ അയാൾ ഈ പേരിൽ കമ്പനി തുടങ്ങിയത്? ഒന്ന് ഗീത, മറ്റൊന്ന് സീത. ഏതായാലും നമ്മളുടെ സ്റ്റോക്ക് കെട്ടിക്കിടച്ച. ഐക്കോല് ഒരു കഷ്ണം കൂടി വെക്കട്ടെ പാപ്പ? കേട്ടോ മോളെ, ഇവന്റെ സുന്നത്ത് കല്യാണത്തിന് ഇവന്റെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഒരു ചട്ടി നിറച്ചും അയക്കോറ കറി വെച്ച് കൊണ്ടുവന്നിരുന്നു. അവള് എന്തൊരു രുചിയായിരുന്നു അതിനെന്നറിയും. അതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ അതുപോലെ രുചിയുള്ളൊരു അയക്കോറ കൂട്ടുന്നത്. നമുക്ക് എങ്ങനെയുണ്ടടാ സൈനബന്റെ അയക്കോറ? സൈനബയുടെ അരയാണ് പാപ്പ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവോ അരിയോ? അരക്കോറയുടെ അരപ്പ് നന്നായിരിക്കുന്നെന്നാ പറഞ്ഞ. നല്ല എരിവ്. അപ്പൊ കറി എനിക്ക് പിടിച്ചെന്ന് പറ പാപ്പ. സത്യം പറഞ്ഞ ഈ കറി വെച്ച സൈനവയെ കെട്ടിപ്പിടിച്ച് മുത്തി കടിച്ചു തിന്നാൻ തോന്നുന്നു. വേണ്ട, അങ്ങനെ കടിക്കും തിന്നൊന്നും വേണ്ട മോളെ. നാളെ മുതൽ കറി ചീത്തയായിട്ട് വെച്ചാൽ മതി. അതെന്താ പാപ്പ? എടി ബുദ്ധൂസ എനിക്ക് പുടി കിട്ടിയേ. നീ രുചിയായിട്ട് കറി വെച്ചാ അവൻ എന്നെ കെട്ടിപ്പിടിക്കും, മുത്തം കടിക്കും. അപ്പോഴെന്താവോ? എന്താകും? നീ ചീത്തയാവും. ഞാൻ ചുമ്മാ പറഞ്ഞ പാപ്പ. അതെന്റെ പാപ്പനോട് പറഞ്ഞാ മതി. എന്റെ മനസ്സിൽ ഇപ്പൊ എന്താണുള്ളത് ഇപ്പൊ ഞമ്മക്ക് പിടികിട്ടി. അല്ലേ, നാളെ മുതല് കറി അലവലാതിയേക്ക് വെച്ചാ മതി. ശരി പാപ്പ. അപ്പൊ നോക്കിക്കാണ് ആ ഭാര്യ വെച്ച് ഇന്ന് ജനിച്ചു പോ.
പ്രസാദ്, മിസ്റ്റർ പ്രസാദ്, നീയോ ഒരു വിധവയെ കബളിപ്പിച്ച് മാനിന്റെ വേഷം കെട്ടി നടക്കുന്ന നിനക്കവിടെ എന്ത് കാര്യം? മിസ്റ്റർ പ്രസാദ്, ഞാനും നിങ്ങളും പൂജ്യത്തിൽ നിന്നും ജീവിതം ആരംഭിച്ചവരാണ്. പക്ഷേ ആരാരെ കബളിപ്പിച്ചാണ് വളർന്നതെന്നും ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ആരാണെന്നും ഈ നാട്ടുകാർക്കറിയാം. നീ എവിടെയാണ് സംസാരിക്കുന്ന അറിയാമോ? അറിയാം. ജീവിക്കാൻ തോളുചാരി തന്നവരുടെ നെഞ്ചിൽ ചവിട്ടി വളർന്നു കയറിയ ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന്, നീതികേടായി നേടിക്കൂട്ടിയ പണം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ബംഗ്ലാവിൽ നിന്ന് കട്ടും മോഷ്ടിച്ചും സമ്പാദിച്ചത് നീയാണ്. പ്രസാദ്, വീട് തെറുത്ത് തഴമ്പിച്ച കൈയാണിത്. പാപത്തിന്റെ കറ ഇന്നോളം ഇതിൽ പുരണ്ടിട്ടില്ല. നിങ്ങൾ ചെയ്ത അന്തസ്സില്ലാത്ത പ്രവൃത്തിപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഗീതാ ബീഡി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ താഴോട്ടിറങ്ങി വരൂ. നിങ്ങൾക്കെന്ത് വേണം? ഗീതാ ബീഡി കമ്പനി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെയും ഈ നിലയ്ക്ക് ആളാക്കി തീർത്ത സ്ഥാപനം. അവർക്ക് വിദേശത്ത് നിന്ന് വന്ന ഒരു ഓർഡർ കൃത്രിമമായി നിങ്ങൾ തട്ടിയെടുത്തു. എനിക്കതിന്റെ ആവശ്യമില്ല. ചെയ്തത് ചെയ്തു എന്ന് സമ്മതിക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതി. അഥവാ ചെയ്തെങ്കിൽ അത് എന്റെ കഴിവാണെന്ന് കരുതിക്കോ. ഇത് കഴിവല്ല, വഞ്ചനയാണ്. ഇൻഡീസന്റ് ബിസിനസ് ടാക്ടിക്സ്. നീ ആരോടാണ് സംസാരിക്കുന്ന അറിയാമോ? അറിയാം. വ്യവസായ രംഗത്തെ സാമാന്യ മര്യാദ പോലും അറിയാൻ പാടില്ലാത്ത നിങ്ങളോട് തന്നെ. മിസ്റ്റർ പ്രസാദ്, മുഖത്ത് നോക്കി സംസാരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. കുതികാൽ വെട്ടാൻ എനിക്കറിയില്ല. നിന്റെ യോഗ്യത എന്താണെന്ന് എനിക്കറിയാം. അറിയില്ല, അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ നാട്ടിലെ വ്യവസായ പ്രമുഖനാണ്. ഹെടോ, കടലിൽ കപ്പലടിച്ചു തകർക്കുന്ന തിമിംഗലമുണ്ട്, തുപ്പൽ കുടിച്ച് ജീവിക്കുന്ന കൃമികളുമുണ്ട്. താൻ ഈ രണ്ടാമത്തെ വർഗത്തിൽപ്പെട്ടവനാണ്. ഭയപ്പെടുത്തേണ്ട. നിങ്ങൾ കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് നിയമപരമായ നടപടികൾ സ്വീകരിച്ച് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കമ്പനി പൂട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് സോമൻ എന്നല്ല. എവിടെയാണ് നമ്മള് കിടക്കുന്നത്? പറയും പോലെ എവിടെയാ എന്നെ കിടത്തുക? കാര്യം കുഴഞ്ഞല്ലോ. എന്തിനാ കൊഴയുന്നേ? സൈനബാ, ഈ മുറിന്റെ മൂലയ്ക്ക് കിടന്നോട്ടെ. മാപ്പയുടെ കൂർക്കമ്മലി കേട്ടാലേ അവൾ അറിഞ്ഞില്ല. മുണ്ടാണ്ടിരുന്ന് പഠിച്ചടാ നമുക്ക്. സൈനബാ, നീ ബാലയ്ക്ക് പായി വെച്ച് അവിടെ കിടത്താം. തല എങ്ങോട്ട് വെക്കണം പാപ്പ? തല ഈ മുറിയിലോട്ട് വെച്ചോട്ടെ പാപ്പ. ഒരു ചവിടി വെച്ച് നല്ലല്ലോ നമുക്ക്. മോളെ, ഇവിടെ ഇങ്ങനെ പായി വെച്ചിട്ട് കിടന്നു. എന്തിനാ പാപ്പ നമ്മള് വെള്ളമേ ചാട്ട കെട്ടുന്നത്? ഈ ചരലിന്റെ മറ്റേ അറ്റം നമ്മൾ അരയെ കെട്ടും. എന്തിനാ? നമ്മൾ അരയിലൊരു മണിയുണ്ട്. അത് ഭീമാപ്പള്ളിയിൽ നിന്നും ഓതിക്കൊണ്ടുവന്ന മണിയാണ്. അല്ല ആരെങ്കിലും തൊട്ടാ അപ്പൊ മണി അടിച്ചു. ഇതെല്ലാം കെട്ടണോ പാപ്പ? വേണ്ട, ഒരു പ്രാവശ്യം കെട്ടിയ അതിന്റെ ശക്തി കൊണ്ട് എന്നും അടിക്കും. അയാളെ ചേർന്നുറങ്ങിക്കോ. അകട റഹ്മാനെ തമ്പുരാനെ കാക്കണേ. കമ്പനിയുടെ പേരിന്റെയും ലേബലിന്റെയും സാദൃശ്യം വെച്ചുകൊണ്ടാണ് പ്രസാദ് നമുക്ക് വന്ന ഈ ഓർഡർ തട്ടിയെടുത്തത്. ഗീതാ ബീഡി എന്ന പേരിനെതിരായി കേസ് കൊടുക്കണമെന്ന് ഞാൻ അന്നേ ഗീതയോട് പറഞ്ഞതാണ്. കേട്ടില്ല. നമ്മുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു മനുഷ്യനാണല്ലോ പ്രസാദ് എന്ന് കരുതിയാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ മനുഷ്യനല്ല, മൃഗമാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ്
ഈ വീട്ടിലൊരു മോഷണം നടന്നത് ഗീതയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. പ്രസാദായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഗീതയെ കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി. പക്ഷേ ഭാഗ്യത്തിന് നടന്നില്ല. My God. അത് വീണ്ടും ആവർത്തിച്ചേക്കുമെന്ന് എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും നേടേണ്ടി വന്ന അപവാദത്തെ പോലും മറന്നുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ താമസമാക്കിയത്. ഇതൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സമയം വരുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് കരുതി. ആ ഒരു കാര്യം, ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേയറ്റം വരെ ക്ഷമിച്ചു. ഇനി അത് സാധ്യമല്ല. പ്രസാദിന്റെ കമ്പനിയുടെ ലേബലിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഗീതയ്ക്കെതിരുണ്ടോ? ഇക്കാര്യത്തിൽ ഇനി എന്നോടൊന്നും ചോദിക്കണ്ട. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്ന ഏത് നടപടിയും സ്വീകരിക്കാം. രണ്ടു തിരിഞ്ഞു വന്നൊരു ബീഡി തെറുപ്പുകാരൻ സ്റ്റേ വാങ്ങിയിരിക്കുന്നു. ലേബിൾ മാറ്റാതെ ഇത് സീതാ ബീഡി വിൽക്കാൻ പാടില്ല. ഇതിൽ പേര് അപകടം വരാനുണ്ട്. സാർ വിഷമിക്കണ്ട, നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം. എവിടെ പോയാലും വേണ്ടില്ല, 24 മണിക്കൂറിനകം ഈ സ്റ്റേ പിൻവലിപ്പിക്കണം. അത് മാത്രമല്ല, എന്ത് മാർഗം ഉപയോഗിച്ചായാലും അവന്റെ കമ്പനി പൂട്ടിക്കണം. പൂട്ടിച്ചാൽ മതിയല്ലോ, അത് ഞാൻ ഏറ്റു. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ തെണ്ടിയാലും അവനെ ഒരു പാഠം പഠിപ്പിക്കാതിരിക്കില്ല. എന്താ അച്ഛൻ? നീ ഇത് കണ്ടോ? സീതാപീഡിക്ക് സ്റ്റേ. അതേടാ, നീ ആത്മമിത്രം എന്ന് പറഞ്ഞ് നടക്കുന്ന നിന്റെ ചങ്ങാതിയുടെ അച്ഛനില്ലേ, ആ എരപ്പാളിയാണ് സ്റ്റേ വാങ്ങിയിരിക്കുന്നത്. എന്തിനാണെന്ന്? 2 കമ്പനിയുടെയും ലേബിൾ ഒരുപാടാണെന്ന്. എടാ, നാളെ നീ ഭരിക്കാൻ പോകുന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നീ അവന്റെ തോളി കേട്ടിട്ടുണ്ടോ? അറിയോ അച്ഛാ, നിങ്ങളുടെ ബിസിനസ്സും ഞങ്ങളുടെ സ്നേഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബാബുവിന്റെ അച്ഛനെന്ത് അവനെന്ത് വിളിച്ചു? നേരാൽ അവന്റെ കൂടെ നീ നടക്കുന്ന കണ്ടാൽ നിന്നെ ഞാൻ വെടിവെച്ചുവല്ലോ. കോളേജിലെ ഫിസിക്കൽ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ വാക്ക് പറയുകയാണ്. സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ സിന്ധുവിന് കൊടുക്കാം. സാർ, ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് മകളെ മുകളിലേക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നിലയ്ക്ക് പട്ടണത്തിലേക്ക് പോരുന്നല്ലേ നല്ലത്. നേരാണമ്മേ. മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം അവിടെയുണ്ട്. സിന്ധുവിന്റെ ഭാവിയുടെ കണക്കിലെടുത്തുകൊണ്ട് അവളെ ഞങ്ങളുടെ കോളേജിലേക്ക് അയക്കണമെന്നാണ് എന്റെ അപേക്ഷ. ശരിയെന്ന് പറയൂ അമ്മേ. നിനക്കും അതാണ് താല്പര്യമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എന്താ ഇത്? സലീമിക്ക, മാറി നിൽക്ക. തൊടല്ലേ, ബാപ്പാന്റെ അരയില് മണിയടിക്കും. എടി മണ്ടി, ഒരു പകളോനുള്ളിൽ ബാപ്പി ഉണ്ടെങ്കിലേ മണിയടിക്കൂ. നേരാ? പിന്നല്ലാതെ. ഇത് കരണ്ട് പോലെയാണ് സൈനബ. ദൂരം കൂടിയാ അടിക്കില്ല. ബാപ്പിപ്പോ എവിടെയാ? ഫാക്ടറിയിൽ. അപ്പൊ പിന്നെ മണിയടിക്കോ? എങ്കിൽ തൊട്ടു. എന്താ ഇത്? നീ പറ. നല്ല ഇളം ചുവപ്പ് നിറത്തിൽ ഉരുണ്ടിരിക്കും. എന്താന്ന് പറ? ഞാൻ അരയ്ക്കാം. അല്ല, അകത്ത് ഇത്തിരി തേനുണ്ട്. ദുബായി കൊണ്ടുവന്നതാ. ഞമ്മക്ക് തിന്നാ വലിയ കൊതിയാ. അതല്ല ഞാൻ മേടിച്ചോണ്ട് തിന്നു. എവിടെ ഒളിക്കുക? പാപ്പക്ക് വരാൻ കണ്ടൊരു സമയം, ഒളിക്കാനൊരു സമയമില്ലല്ലോ. കോളേജിൽ വന്ന ഇല്ല പാപ്പ. അവന്റെ മണ അടിക്കുന്നുണ്ടല്ലോ. മണവാ? ആടി ഒരാൾക്ക് പിടിച്ച കുപ്പീന്റെ അകത്തുനിന്നും അവനെങ്ങനെ എടുത്തിട്ട് പുസ്കെന്ന് അടിക്കുന്നില്ലേ, അതിന്റെ മണം. ഒരു പീക്ക് വെച്ചിടുക ദുബായ് എത്തത്, അതിന്റെ മണം. ആ എന്റെ ഉമ്മാക്ക് പറഞ്ഞവന് നീ കട്ടിന്റെ അടി കയറി ഒളിച്ചിരുന്ന നമ്മൾ കാണുകയാന്ന് വിചാരിച്ചോ? ഇറങ്ങി പാടാ. പാപ്പ, കട്ടിലിനടിയിൽ ഒരു പൊനം. പൊനവാ? അതെ പാപ്പ, ഒരു എലിപ്പൊനം. ഞാനത് അടക്കിയായിരുന്നു. കോളേജിൽ നിന്ന് വന്നിട്ടാണ് ഈ നമ്മളോട് കള്ളല്ലേ പറഞ്ഞത്? പടച്ചവനാണ് ഞമ്മള് കണ്ടില്ല പാപ്പ. എന്താണ് എന്റെ വായിച്ചൊരു മോയ? അത് വെള്ളിയാഴ്ച
അല്ലോ ഇതൊരു കുഴപ്പം പിടിച്ച് വീർക്കലാണല്ലോ. ബാപ്പ ഇതിന് ഹീമോഗ്ലോബിൻ എന്ന ഇംഗ്ലീഷ് പറയുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടും. അല്ല ഒറ്റിയാ കുടലും പണ്ടൊക്കെ പുറത്ത് ചാടുവോ? കുടലും പണ്ട് ആളെ പുറത്തു ചാടും. അല്ല ഇതിനിപ്പോ എന്ത് ചെയ്യൂ? ഉടനെ ഡോക്ടറെ കാണിക്കണം. ഒരു ഇൻട്രാവൻസ് ഇഞ്ചക്ഷൻ കൊടുത്താൽ അപ്പ ചുങ്ങും. എന്നാ വേഗം ചെല്ലടോ. ചെല്ലു മോളെ ചെല്ല്. നമുക്ക് നടക്കാൻ വയ്യേ. പയ്യെ നടന്നാ മതി, ഞാൻ താങ്ങിക്കോളാം. നമ്മളെ തുടല്ലേ. പാപ്പാന്റെ മണി അടിച്ചോ? നല്ല കാര്യത്തിന് കുടിച്ചാ മണി അടിക്കില്ല മോളെ. നീ ബെക്കം പോ കൊണ്ടുപോളെ. എന്താ വീടൊക്കെ സൗകര്യമാണോ? അതെ. അമ്മേ അമ്മേ അമ്മേ, ഇവരാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉത്സാഹിച്ചവർ. ഓഹോ, ഏതായാലും ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് മകളിവിടെ ചേർത്തതിൽ അമ്മയ്ക്ക് പ്രത്യേക നന്ദി. ഓഹോ, ഇത് മിസ്റ്റർ സലീം, നന്ദി. ഇത് മിസ്റ്റർ ഷാൻ. സീത ബീഡി ഫാക്ടറി ഓണർ പ്രസാദിന്റെ മകനാണ് ഞാൻ. എന്റെ പേര് ബാബു. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി. ഞാൻ കാറുമായിട്ട് വരാം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും അമ്മയ്ക്ക് ഇന്നു മുതൽ 3 ആൺമക്കൾ കൂടി ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ. അമ്മേ, ഇതാ. ഇതൊക്കെ എന്താ? അമ്മയ്ക്ക് ഞങ്ങളുടെ വക ഒരു പ്രസന്റേഷൻ. അമ്മേ, ഇവന്മാർ രണ്ടും മുതലാളിമാരുടെ മക്കളാ. അതാണ് ഇത്ര വലിയ പൊതി കൊണ്ടുവന്നത്. ഇതാ അമ്മയ്ക്ക് എന്റെ വക ചെറിയൊരു പ്രസന്റേഷൻ. ഇതെന്താ? ചൊറിയാനും ചെലവാനും വെട്ടാനും മുറിക്കാനും എല്ലാം പറ്റിയ സഹോദര. വരൂ. ഇതൊന്ന് കഴുകാൻ. എന്തിനാ കഴിയുന്നത്? ചുണ്ടിൽ വിഷമുണ്ടോ? എങ്കിലും ഒന്നുമില്ല. എന്റെ അമ്മയ്ക്ക് ഒരു കോടി വാങ്ങി കൊടുക്കുന്ന സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് കൊണ്ടുവന്നത്. അതുകൊണ്ട് അമ്മയെ സ്വീകരിക്കണം. വേണ്ട മോനെ, ഞാൻ കശുവ് നേരിയതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ കൊണ്ടുവന്നല്ലേ അമ്മേ, അതുകൊണ്ടെങ്കിലും ഇത്. ക്ഷമിക്കും മോനെ, എനിക്കിത് ആവശ്യമില്ല. ശരി, വരട്ടെ. സോറി ഷാൻ, ഇന്ന് പ്രാക്ടീസ് ഉള്ള വിവരം നിന്നെ അറിയിക്കാൻ വിട്ടുപോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, സീ യു. ഇതെന്താണ് കശവും കൊണ്ടൊക്കെ? ഷാൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അമ്മ ഇതൊന്നും ഉടുക്കില്ല ഷാൻ, പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോ രണ്ടുപേരുടെ അഭിപ്രായം ഒന്ന് തന്നെ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വരട്ടെ.
ഹലോ സിന്ധു, വാ പോകാം. ഇല്ല. എന്താ ഭയപ്പെടുന്നത്? ഞാനൊരു കത്ത് തന്നാൽ ബാബു വാങ്ങില്ലേ? വാങ്ങാം. പിന്നെ ഇതൊരു പ്രേമലേഖനമാണ്. പ്രേമലേഖനോ? ഭയപ്പെടണ്ട, ഷാൻ എനിക്ക് അയച്ചതാണ്. വായിച്ചു നോക്കൂ. എന്റെ സിന്ധു, ആദ്യമായി നിന്നെ കണ്ടപ്പോൾ തന്നെ നിന്നെ എന്റെ മനസ്സിൽ ഞാൻ പറിച്ചു നട്ടു. പക്ഷെ നീ എന്നിലല്ല വേരോടുന്നെന്ന് എനിക്ക് തോന്നുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് തിളയ്ക്കുന്ന എന്റെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ ഷാൻ. ബാബു ഈ കത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന്. ആവർത്തിച്ചാൽ അവൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും പടി കൊടുത്ത് അടിമേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. സിന്ധു ചെയ്തത് തെറ്റായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. എന്തുകൊണ്ട്? ഞാൻ എഴുതിയ കത്ത് എന്റെ കയ്യിലാണ് തിരിച്ചേണ്ട. ഐ എം നോട്ട് എ ലോഫർ. പക്ഷെ എന്ത് ചെയ്യാം, നീ ചെയ്തത് മര്യാദകേടായിട്ട് അവൾക്ക് തോന്നിയത്. എന്റെ മര്യാദ എന്താണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. ഷാൻ, നിന്റെ സവാല് തെറ്റുന്നു. വളരെ ശരിയാണ്. ഞാൻ എന്റെ സ്റ്റാറ്റസ് മറന്ന് നിന്നെ അവളെ സ്നേഹിച്ചു പോയി. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നീ എന്നെ എത്ര വിലയിടിച്ച് സംസാരിച്ചാലും ഞാൻ പരിഭവിക്കില്ല. കാരണം എന്റെ സംസ്കാരം അതാണ്. ഏതായാലും വല്ല നാട്ടിലും കിടന്ന പെങ്കൊച്ചിനെ നമ്മുടെ നാട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് ആക്ഷേപിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. ഭയന്ന മനസ്സോടുകൂടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. കാരണം ഷാന് നേരിട്ട അനുഭവം തന്നെ. തമ്മിൽ കണ്ട നാൾ മുതൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചു. എങ്കിലും ചുറ്റുപാടുകൾ അനുകൂലമല്ലായിരുന്നു. ഇനി ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. ഞാൻ സിന്ധുവിനെ സ്നേഹിക്കുന്നു. അതൊരു തെറ്റാണെന്ന് തോന്നിയാൽ മറ്റാരെയും ഏൽപ്പിക്കാതെ ഈ കത്ത് എന്റെ കയ്യിൽ തരണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് 4:30 മണിക്ക് ബീച്ചിൽ വരണം. സ്വന്തം ബാബു. കലികെ വിടരൂ ഇനി എന്റെ ഉദയങ്ങളിൽ, പ്രിയരാഗ കവിതേ ഒഴുകൂ ഇനി എന്റെ പുളകങ്ങളിൽ, കുളിരോളങ്ങളിൽ ഋതുഭംഗികളിൽ, കുളിരോളങ്ങളിൽ ഋതുഭംഗികളിൽ സഖി നീ നീന്തി വരൂ, അനുരാഗ കലികെ വിടരൂ ഇനി എന്റെ ഉദയങ്ങളിൽ, പ്രിയരാഗ കവിതേ ഒഴുകൂ ഇനി എന്റെ പുളകങ്ങളിൽ. വഴികളിൽ മലരുകൾ വിതറി ഓമലേ നിന്നെ വിളിപ്പു, കൈകളിൽ വീണു തുടിക്കാം നെഞ്ചിൽ
ഋതുഭംഗികളിൽ സഖി നീ നീന്തി വരൂ അനുരാഗ കലികെ വിടരൂ ഇനി എന്റെ ഉദയങ്ങളിൽ പ്രിയരാഗ കവിതേ ഒഴുകൂ ഇനി എന്റെ പുളകങ്ങളിൽ നിന്നിലൻ ചുംബനം ചാർത്തി നിൻ മനം സ്പന്ദിതമാക്കി യൗവനം നൽകുമീ ചൂടിൽ ചിന്തകൾ നിന്നിൽ ലയിപ്പു ലജ്ജകൾ പുൽകി ഒതുക്കാൻ ഉള്ളിന്താകമടക്കാൻ കുളിരോളങ്ങളിൽ ഋതുഭംഗികളിൽ സഖി നീ നീന്തി വരൂ അനുരാഗ കലികെ വിടരൂ ഇനി എന്റെ ഉദയങ്ങളിൽ പ്രിയരാഗ കവിതേ ഒഴുകൂ ഇനി എന്റെ പുളകങ്ങളിൽ കുളിരോളങ്ങളിൽ ഋതുഭംഗികളിൽ കുളിരോളങ്ങളിൽ ഋതുഭംഗികളിൽ സഖി നീ നീന്തി വരൂ അനുരാഗ കലികെ വിടരൂ ഇനി എന്റെ ഉദയങ്ങളിൽ പ്രിയരാഗ കവിതേ ഒഴുകൂ ഇനി എന്റെ പുളകങ്ങളിൽ സിന്ധു നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഇവിടിപ്പോ ബാബുവിനെയാണ് പ്രതീക്ഷിച്ചത് അല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്റെ കയ്യിലിരിക്കുന്ന ഈ കത്ത് ഞാൻ എഴുതിയതാണ്. നടുങ്ങണ്ട. എന്റെ കത്ത് നിരസിക്കാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്കൊന്നും അറിയണ്ടേ? അപ്പോ ബാബുവിനെ കാണാൻ നീ എവിടെ വേണമെങ്കിലും പോകും അല്ലേ? അത് എന്റെ ഇഷ്ടമാണ്. അങ്ങനെ അങ്ങ് പോയാലോ? ഇന്ന് രണ്ടിലും നിറഞ്ഞ നിന്നെ ഞാൻ വിടൂ. ഷാൻ, അവളെ വിടൂ. നീ ഇവിടെ വരാതെ പറ്റുമോ? പക്ഷെ ഞാൻ സ്റ്റണ്ടിലൊന്നും വന്നതല്ല. നിന്നെ അവസാനമായി ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. നീ ചതിയനാണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ ഗുണം നീയും കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ പിന്തുടർന്നത്. മര്യാദയ്ക്ക് പോകൂ. ഇന്നലെ വരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ശരിയല്ല. ബാബുവിനെ ഇതുപോലെ നിർത്തി കൊടുക്ക്. എന്നിട്ട് നമ്മളടിക്ക്. കാണത്തെ ആര് ജയിക്കുമെന്ന്.
All right. See you again. ഒരു കോൾ. കുമാര, 20 വർഷക്കാലമായിട്ട് നീ ഗീതാ ബീഡി കമ്പനിയുടെ ഡ്രൈവറാണ്. ഇതുവരെ നിനക്കൊരു സെന്റ് ഭൂമി മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. നിനക്ക് ഞാൻ കൈ നിറച്ച് പണം തരാം. മുതലാളി, ഇത്രയും കാലം അവരുടെ ചോറ് ഉപ്പും കൂട്ടി തിന്നവനാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ ഈ ചെയ്യുന്ന വഞ്ചനയല്ലേ? ഒരു വഞ്ചനയില്ലടാ. കടവിൽ കിട്ടുന്നത് കൈവിട്ട് കളയുന്നവൻ മണ്ടനാണ്. നീ വാ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ലേ. ഇതാ മണത്ത് നോക്ക്. എന്താ? കഞ്ചാവ. നിന്റെ മുതലാളി ഇപ്പോ ബീഡി പാക്കറ്റിൽ വിദേശത്തേക്ക് കഞ്ചാവ് കയറ്റി അയക്കാണ് അല്ലേ? ഏമാനെ, എനിക്കൊന്നും അറിയില്ല ഏമാനെ. ഞാൻ പാവമാണേ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കമാ. നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ നിന്നും കഞ്ചാവ് ബീഡി കയറ്റി അയച്ചു എന്ന് പറഞ്ഞാൽ അത്... മിസ്റ്റർ സോമൻ, നിങ്ങളുടെ വാനിൽ നിന്ന് ഇന്നലെ രാത്രി പിടിച്ചെടുത്തത് കഞ്ചാവ് ബീഡിയാണ്. ആ നിലയ്ക്ക് എനിക്ക് നടപടി നടത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടുത്തെ സ്റ്റോക്ക് പരിശോധിച്ച് കേസ് തീരുമാനമാകുന്നവരെ ഈ കമ്പനി പൂട്ടിയിട്ടേ പറ്റൂ. സാർ, എക്സ്ക്യൂസ് മീ. സോമനല്ലേ? ഞാൻ പ്രസാദ്. ഗീതാ ബീഡി കമ്പനിയിൽ ഇപ്പൊ കയറ്റി അയക്കുന്നത് ഗഞ്ചാവ് ബീഡിയാണെന്ന് കേട്ടല്ലോ. യു ഷട്ട് അപ്പ്. ക്ഷോഭിക്കണ്ട. കമ്പനി പൂട്ടിയെന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ചിരിച്ചോളൂ. ഈ ചിരി ഏറെ താമസിയാതെ കരച്ചിലായി മാറും. ഈ സ്ഥാപനത്തെ തൽക്കാലം കരുതേച്ച് കാണിക്കാൻ തനിക്ക് സാധിച്ചു. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നേരിട്ട് കണ്ടോളൂ. വെയിറ്റ് ആൻഡ് സീ. എന്താ പാപ്പ? നമ്മള് വലിയൊരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാണ്. വരാൻ ഇത്ര വൈകും. തലയിൽ ചോറ് കൊടുത്തേച്ച് നീ കിടന്നോ. പാപ്പ, കാലേ ചരട് കെട്ടണ്ടേ? അതൊരു പ്രാവശ്യം കെട്ടിയാൽ മതി എന്ന് നമ്മളെന്നോട് പറഞ്ഞില്ലേ? മയ്യത്താകുന്നത് വരെ അതിന്റെ സക്കതി കാണും. നമ്മൾ എവിടെയാണെങ്കിലും ആരെങ്കിലും അന്നെ തൊട്ട ഞങ്ങളെ മണിയടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ. ശരി പാപ്പ. ശരിമേ, പാപ്പ പുറത്തേക്ക് പോവാണ്. സൈനവനെ പൊന്നുപോലെ സൂക്ഷിച്ചോളണം. അതിന്റെ മാറ്റടിച്ച് നോക്കരുത്. നോക്കിയാ നമ്മളെ പണിയടിക്കും. എന്റെ പൊന്നു പാപ്പ, ഞാൻ പാപ്പയുടെ മോനല്ലേ, പിന്നെ ഞാൻ അവളെ അടുത്ത് പോവോ? ആ പെണ്ണ് നിന്റെ അടുത്ത് വന്നാലോ? പൊടി പുറത്തുനിന്ന് പറയും. കേട്ടില്ലെങ്കിൽ അവളെ ഒറ്റടിക്ക് സൂപ്പാക്കും. അപ്പൊ ഈ പാപ്പാന്റെ മോൻ തന്നെ. നമ്മൾ പോയിട്ട് വരാം. സൈനബാ, നിങ്ങൾ അപ്പുറത്ത് പോ. പാപ്പാന്റെ പണി അടിക്കും. അതേ മോട്ടിച്ചു. ഏത് പാപ്പാന്റെ പണി? നേരാ? നേര്. എന്നാ അതൊന്ന് കാണട്ടപ്പാ. അതങ്ങനെ വെറുതെ കാണിച്ചു തരാൻ പറ്റില്ല. ഇനി മുതൽ ബാപ്പയുടെ പണി അടിക്കില്ല, എന്റെ പണി അടിക്കും. വെറുതെയാ. സംശയം തൊട്ടു നോക്ക്. തൊട്ടു നോക്കാൻ. അലാക്കിന്റെ പണി കിണുകിടാന്ന് അടിക്കണില്ല. അതാണ് ബാപ്പയുടെ മണിയും എന്റെ മണിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിനക്ക് കൂട്ടമണി അടിക്കുന്ന കേൾക്കണം. എങ്ങനെ കേൾക്കും? നീ വാ. വരെ ഇങ്ങോട്ട് വന്നേ. വരൂ. കൂട്ടമണി കേൾക്കണമെങ്കിലേ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും. ധൈര്യമായിട്ട് പിടിക്കാൻ. കെട്ടിപ്പിടിക്കാൻ. കൂട്ടമണി
കേട്ടിട്ടേ നമ്മക്ക് കുളിര് കൂർന്ന് കുളിര് കണ്ടോ? സത്യം പറ, ഇത് സ്വർണ്ണമാണോ? അല്ല, ചെമ്പ്. എടി ഭയേ, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവെന്നാണ് എടി പറയണത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഉരച്ചു നോക്കടി. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത് വാങ്ങാനുള്ള പണം എവിടുന്ന് കിട്ടി? എടി പുറത്തിറങ്ങിയ തല പോകുന്ന കാര്യമാണ്. പ്രസാദങ്ങളിൽ തന്നതാ. ഇനിയും തരും. എന്തിന്? എടി ഗീതാ ബേഡിയം കയറ്റി കൊണ്ടുപോയ വാനിൽ വഴിക്ക് വെച്ച് പ്രസാദ് മുതലാളി കൊടുത്തയച്ച കഞ്ചാവ് ബേഡിയുടെ വണ്ടി ഞാൻ കയറ്റി. അതാണ് സെൻട്രൽ എക്സൈസ് പിടിച്ചത്. അയ്യോ കഷ്ടം, ദൈവകോപം ഉണ്ടാവും. ഒരു കോപവും ഉണ്ടാകത്തില്ല. 20 കൊല്ലമായി ഗീതാബേഡി കമ്പനിയിൽ വളയം പിടിക്കുന്ന ഞാന് ഇന്നും വളയം പിടിക്കുക. പണ്ട് വീട് തീർത്തുവിടുന്ന സോമൻ ഇപ്പൊ വലിയ മുതലാളിയായി. അങ്ങനെ അവനെ വിടാൻ പറ്റുമോ? നമുക്കൊന്ന് സൂക്ഷിക്കാമോ നോക്കാൻ മതി. കേട്ടോ ഇത്രയും കാലമായിട്ട് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടില്ല. ഏതായാലും നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അറിയാതെ ഈ ചതി നടക്കൂല. ഏത് നരകത്തിൽ പോയി ഓടിച്ചാലും ആ ചെകുത്തനെ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് അങ്ങനൊരു കാര്യം ചെയ്യും. എല്ലാവരും എണീക്ക്. നമ്മളറിയില്ലേ ഒരത്ഭുത മണിയുണ്ട്. മറിച്ചോനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും തൊട കുതികാല് വെച്ചിനെ തൊട്ട ഉടനെ ആ മണി അടിക്കും. ഭീമാപ്പള്ളിയിൽ നിന്നും ഓതിക്കൊണ്ടുവന്ന മണിയാണ്. എല്ലാരും പരിചയിച്ചെങ്കിൽ പരിചയിച്ച് നിൽക്കോളൂ. എന്താണോ ഡ്രൈവറെ ഇവിടെ ഇവിടെ എന്താണോ എനിക്ക് മാത്രമേ വർക്കാതെ നിൽക്ക് വഴി നിൽക്ക്. എല്ലാവരും ശരിയായിട്ട് നിന്നാ ഇനി നമ്മള് ഓരോരുത്തർ തൊടാം. വഴി എങ്ങനെ ശരിയാണ്? അപ്പോ അപ്പൊ നീയാണോ കുതികാലി കൊട്ടി ഇവിടെ പറ. സത്യം പറഞ്ഞോ? നീയാണോ വീടിന്റെ അകത്ത് കഞ്ചാവ് വെച്ചത്? അതെ, പ്രസാദമാനാളി ഇച്ചിരി കാഴ്ച കണ്ടോട്ടാ ഞാൻ അത് ചെയ്തത്. എന്ന ചോറിന് നന്ദി കാണിക്കാത്ത ഹിമാറെ അന്റെ മയ്യത്തെടുക്കാണ് വേണ്ടത്. പക്ഷെങ്കിൽ നീ ഒരു മനുഷ്യനായതുകൊണ്ട് അന്നെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകും. നടക്കണോ? ആശുപത്രി കൂട്ടിക്കൊണ്ടുപോയതാണ്. എവിടെ കൊണ്ട് വിട്ടതാണെങ്കിലും ശരി, തല്ലിക്കൊന്നതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അമീതെ സത്യം പറ, കുമാരൻ എങ്ങനെയാ മരിച്ചത്? ബഹുമാനായ തമ്പുരാനാണ് ഞമ്മക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇൻസ്പെക്ടർ, കുമാരനെ കുറെ തൊഴിലാളികൾ ചേർന്ന് തല്ലി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവന്റെ തലയ്ക്ക് ആരും ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ടില്ല. ചില്ലറ മുറിവുകളോടെ ഹമീദ് അവനെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഉടനെ തന്നെ അവൻ ആസ്പത്രിക്ക് അയക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ആരാണ് അവന്റെ കൂടെ പോയത്? ആശുപത്രിയല്ലേ നമ്മൾ പോയിരുന്നു. അതിന് ശേഷമാണ് കൊല നടന്നിട്ടുള്ളത്. ഹമീദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹമീദ് സമാധാനമായിട്ട് പോകും, ഞാനുണ്ട്. ഇതാ ആരാണ് ഡ്രൈവർ? നീ എങ്ങനെ കൊന്നു? അവൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴി പുറകെ കൂടെ ചെന്ന് ഇരുമ്പോടി കൊണ്ട് ഒറ്റ അടി കൊടുത്തു. ആള് ക്ലോസ്. മെടുക്കൻ. കൊലപാതക കുറ്റത്തിന് ഹമീദ് അകത്തായി. ജാമ്യം പോലും അവന് കിട്ടില്ല. അവന്റെ കാലക്കേട്. നാരായണ, നമ്മുടെ രഹസ്യം പുറത്തു വിട്ടത് കൊണ്ടാണ് ഡ്രൈവറെ തട്ടിയത്. ആ അനുഭവം നിനക്കുണ്ടാവരുത്. നീ കരയാ ശരിവാ. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ ബാപ്പയെ ഞാൻ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരും. അവര് വാപ്പയെ വെറുതെ വിടുവോ? ഈ ബാപ്പയെ നിനക്ക് നല്ലോണം അറിയില്ലേ? അവര് മുതലാളിമാർ തമ്മിലുള്ള വഴക്കിന് ആ പ്രസാദ് ബാപ്പയെ ചതിയപ്പെടുത്തിയിട്ടുള്ള സത്യം പുറത്തു വരാതിരിക്കും. ഇക്ക വാപ്പാന്റെ മണി മോട്ടിച്ചത് കൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ഭീമാപ്പള്ളിന്ന് ഓതിക്കൊണ്ടുവന്ന മണിയത്. എന്റെ സൈനബ, ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ബാപ്പയുടെ മണി ബാപ്പയുടെ അരത്തിനുണ്ട്. അത് ആടിന്റെ കഴുത്ത് കിടന്ന മണിയാ. കള്ളം.
കള്ളല്ല. നമ്മള് തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബാപ്പ കണ്ടുപിടിച്ചൊരു സൂത്രാണ് ആ മണി. അപ്പൊ ഇക്കാന്റെ എഴുന്നേറ്റ ശബ്ദമോ? ആ, അതൊരു കൊച്ചു ഫോറിൻ അലാറ. കണ്ടോ, നോക്ക്, ഞെക്കിയ മണി അടിക്കും. ഇതന്ന് എന്റെ മടിയിൽ വെച്ച് ഞെക്കിയത് കൊണ്ടാ അന്ന് കൂട്ടമണി അടിച്ചു. ശരിയമ്മേ മോനെ, ബാപ്പ ഞമ്മള് ജാമ്യത്തിലിറങ്ങി മോനെ. ഓഹോ, ഇൻഷാ അല്ലാ. എന്നാലും മനസ്സാവാച അറിയാത്ത കാര്യത്തിന് ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നടാ. ബാപ്പ വിഷമിക്കാതിരിക്കും. എങ്ങനെ വിഷമിക്കാതിരിക്കും മോനെ? കൊലക്കേസാണ്. എന്റെ ബാപ്പ ഒരിക്കലും ഒരു കൊലപാതകമായില്ലെന്ന് എനിക്കറിയാം. എന്റെ പഠിച്ചവരെ, മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നീ ഇത് കാണുന്നില്ലേ പഠിച്ചവരെ? നീ ഇത് കാണുന്നില്ലേ? എനിക്കും അഭിമാനമുണ്ട്. അച്ഛന്റെ തീരുമാനം എന്താണെന്ന് എനിക്കിന്നറിയണം. ഷാൻ, നീ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അല്പം കൂടി ക്ഷമിച്ചിരിക്കും. ഇല്ല, ഇനി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നെ തോപ്പിച്ചുകൊണ്ട് ബാബു ആ പെണ്ണിന്റെ കരുത്തിൽ താലിയിട്ട് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല. ഷാൻ, ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം ചെയ്യണം. അവളുടെ പേരിൽ കിറുക്ക് പിടിച്ചിട്ടൊന്നുമല്ല. ആണത്തുള്ള അച്ഛന്റെ മകൻ ഒരു ചെറ്റകളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. പറയൂ, ഇക്കാര്യത്തിൽ അച്ഛനെ സഹായിക്കാമോ? ഷാൻ, ശരിയായാലും തെറ്റായാലും ഒരു രംഗത്തും നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. സോമനും ഗീതയും ബാബുവുമെല്ലാം നമ്മുടെ മുമ്പിൽ പത്തി വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ്. അവരെ നശിപ്പിക്കേണ്ടത് എന്റെയും ആവശ്യമാണ്. നീ ധൈര്യമായിരിക്കും. ഞാൻ ജീവിച്ചിരുന്നാൽ സിന്ധു നിന്റേതായിരിക്കും. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന നീ ആയിരിക്കും. ഓ, പോയി ആഹാരം കഴിക്കും. പോരാ. മുതലാളി, മാപ്പാക്ക്. നമ്മളോട് മാപ്പാക്കണോ? മനസ്സാവാതെ അറിയാത്ത കാര്യത്തിന് നമ്മളെ കൊലക്ക് കൊടുക്കരുത് മുതലാളി. നമ്മൾ പാവാണ്. ഹമീദേ, ഓ എഴുന്നേൽക്ക്. അല്ലാ. എടാ, ഓ, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ വരരുത്, മനസ്സിലായോ? പണച്ച തമ്പുരാനാണ് നേര്. നമ്മൾ ചതിക്കാൻ വന്നതല്ല. സഹായിക്കാനും വരണ്ട. ഓ, ഈ വീട്ടിൽ നിന്ന് ഇനി നമ്മൾ എവിടെ പോകൂല. ആ, നീ ഗീതാ ബീഡി കമ്പനിയിൽ ജോലിക്കാരനാണ്. നീ പോകേണ്ടത് അവിടെയാണ്. ഇതാ വീടിക്കമ്പിൽ നമ്മൾ മയ്യത്താകുന്നത് വരെ എങ്ങനെ പഠിക്കല് നമ്മൾ കാലം കുത്തൂല. ഒരാളുടെ ഉപ്പും ചോർന്നത് നമ്മളിനി ഈ കാലൊക്കെ കിടന്നോളാം. എടാ, നീ എത്ര ഉറക്കമുട്ടിയാലും ഇവിടത്തെ വാതിൽ തുറക്കില്ല. നിന്റെ ഉള്ളും പുറവും കണ്ണും കണ്ണുനീരും കണ്ട് തഴമ്പിച്ചവനാണ് ഈ പ്രസാദ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നതാ നല്ലത്. നമ്മൾ പോണ്. പക്ഷെങ്കില് ഈരാ വീടിക്കമ്മിന്റെ പഠിക്കലേക്കല്ല, ഓടുന്ന തീവണ്ടിയുടെ മുമ്പിൽ. ഹമീദേ, ഓ, ഇവിടെ വരൂ. താൻ എന്തുകൊണ്ടാണ് സോമനെ വിട്ടു വന്നിരിക്കുന്നത്? മുതലാളി, പോലീസ് നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ചെകുത്താൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഓഹോ, തനിക്ക് ഞാനെന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ചെയ്യാത്ത കുറ്റത്തിന് തൂക്കിലേറ്റാണ്ട് നോക്കണോ? അങ്ങനെ തന്നെ രക്ഷിച്ചാൽ മുതലാളിക്ക് വേണ്ടി നമ്മൾ ജീവൻ കളയും. ഞാൻ ഹമീദിനെ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് തരേണ്ട പ്രതിഫലം മരണത്തേക്കാൾ വിഷമമുള്ളതാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും. എങ്കിൽ നീ പഴയ രീതിയിൽ തന്നെ സോമന്റെ കമ്പനിയിലേക്ക് പോകണം. അവിടത്തെ എല്ലാ നീക്കങ്ങളും രഹസ്യമായി എന്നെ അറിയിക്കണം. നമ്മൾ വെച്ച് സത്യം ചെയ്യും. മുതലാളി, നമ്മളെ പേര് ഹമീദ് എന്നാണെങ്കിൽ മുതലാളി പറയും പോലെ നമ്മൾ ചെയ്യും. ഇത് സത്യം. മോനെ, സിന്ധു നല്ലവളായിരിക്കാം. പക്ഷെ അവള് കാരണം എത്രയോ കാലം സ്നേഹത്തിലായിരുന്ന നിങ്ങൾ രണ്ടു കൂട്ടുകാരും തമ്മിൽ പിണങ്ങിയില്ലേ? അത് അവളുടെ കുറ്റമാണോ അമ്മേ? അല്ലായിരിക്കാം. പക്ഷെ ഒരു പെണ്ണുണ്ടാക്കുന്ന ശത്രുത തലമുറകളോളം നിലനിന്നെന്നും വരും. അതുകൊണ്ട് നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. അമ്മേ, ഇന്നുവരെ ഞാൻ എന്തെങ്കിലും ഉപയോഗം കാണിച്ചിട്ടുണ്ടോ? ഇല്ല മോനെ, ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവളെ മറക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. ക്ഷമിക്കണം അമ്മേ. ഇക്കാര്യത്തിൽ
അച്ഛനെയും അമ്മയെയും എനിക്ക് ദുഃഖിപ്പിക്കേണ്ടി വരും. മോനെ, എനിക്ക് അവളെ മറക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അത്രയേറെ അടുത്തുപോയി. നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്യും. മോനെ, അരുത് മോനെ. നീ അവളുടെ കഴുത്തിൽ മാലയിടുമ്പോൾ തീർച്ചയായും ഞങ്ങളും ഉണ്ടായിരിക്കണം. ഞാൻ ഹമീദിനെ കൊണ്ട് അച്ഛനോട് ഈ കാര്യം പറയിപ്പിക്കാം. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10 മണിക്കാണ് മുഹൂർത്തം. പെണ്ണിന് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഞാൻ കൊടുത്തയക്കും. കൃത്യം 10 മണിക്ക് ഇവിടെ കാറ് വരും. നീയും മകളും കൂടി ആ കാറിൽ കയറി നേരെ അമ്പലത്തിലോട്ട് വരണം. അവിടെ വെച്ചാണ് കല്യാണം. ആരുടെ കല്യാണക്കാര്യമായി പറയുന്നത്? എന്റെ മകന്റെ. അത് ശരി, ഞാൻ വിചാരിച്ചു എന്റെ മകളുടെ കല്യാണക്കാര്യമാണെന്ന്. നിന്റെ മകളെ കല്യാണം കഴിക്കുന്നത് എന്റെ മകനാണ്. എന്റെ മകളെ ആരാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കണം. അത് നിങ്ങളുടെ വീട്ടിൽ നടത്തിയാ പോരെ? നീ ആലോചിച്ചാണോ സംസാരിക്കുന്നത്? ആലോചിക്കാതെ ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ ഒരപ്പോഴും ഇല്ല. എന്റെ മകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏതായാലും നിനക്ക് ഞാൻ അല്പസമയം കൂടി തരുന്നു. എന്നെ പിണക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. പ്രസാദ് സാറെന്താ പതിവില്ലാതെ വന്നത്? കല്യാണം ഉറപ്പിക്കാൻ. എന്നിട്ട് എന്തായി? ഉറപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10:30 മണിക്ക്. നീ അങ്ങോട്ടൊന്നും നോക്കണ്ടട മോനെ. പെണ്ണിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ വരുന്നുണ്ട്. കൊല്ലരുത്. അടിച്ച് കൈയും കാലും പിടിച്ചേക്കണം. ചെല്ലേ. വെരി ഗുഡ്. കൂലിത്തല്ലിന് ആണിനെ കൊണ്ടുവന്നിരിക്കുകയായിരിക്കും. ഇത് വേണോ ഷാൻ? വേണം. അറിയാവനെ കൂലിത്തല്ലുകാർ ഓടിപ്പോയത് കണ്ടല്ലോ. ഇനി നീ എന്നെ ഇടിച്ചാൽ നിന്നെ എനിക്ക് താങ്ങി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ആലോചിച്ച് തീരുമാനിച്ചോ?
അവനെയാണോ അതോ എന്നെയാണോ താങ്ങിയെടുത്തോണ്ട് പോണ്ടത്? അത് നിന്നെ തന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്. സമ്മതിച്ചില്ല. കൊണ്ടാറ് ഇതിനെ പൊക്കിയെടുക്കാൻ കഴിയും. നീ അവന്റെ തലയെറിഞ്ഞതിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിനക്ക് വേണ്ടിയ തൂക്കുമരത്തിൽ കയറിയനെ. എന്നാലും ഒരു ബീഡി ചെറുപ്പാന്റെ മോന് ഇത്ര ഹുങ്ക് എവിടുന്ന് കിട്ടിയില്ല നമ്മൾ ആലോചിക്കണം. കൊണ്ട് ചാഴ്ച പോലെ ചാഴ്ച വിട്ടിരിക്കുന്നത്. കൊച്ചുമുതലാളുടെ ഭരണത്തെ ഊത്തിയ അതോ മർമ്മം. അച്ഛൻ കുറെ പട്ടികൾ എന്റെ കൂടെ അയച്ചിരുന്നു. അവനൊക്കെ ബാലം ചുരുട്ടിക്കൊണ്ടോടെ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അത് നേരാ. ആപ്പിലായി പോയാ പിന്നെ കിട്ടുന്ന പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഇവരാണല്ലേ ഹമീദ്? കയ്യും കാലൊക്കെ ഇവരല്ലേ? കൊച്ചുമുതലാളി കൈ പൊക്കുന്നതിന് മുമ്പേ അവര് കാല് വാരിക്കാണ് മുതലാളി. ആ ഇരുമ്പ് വഴി നാരായണൻ ഇവിടെ ഇല്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ ആ ഡ്രൈവറെ കൊന്നതുപോലെ ഇവനെയും കൊന്നിട്ട് വന്നേനെ. അവരെവിടെയുണ്ട് മുതലാളി? നമ്മളിപ്പം വിളിച്ചോണ്ട് വരാം. അവൻ തിങ്കളാഴ്ച വരും. അന്ന് ഹമീദ് അവനെ കൂട്ടിക്കൊണ്ടുപോയി ബാബുവിനെ കാണിച്ചു കൊടുക്കണം. ഈ കുഴപ്പമുണ്ടായത് കാരണം സോമൻ അവനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു കാണും. അത് ശരിയാ. സാരില്ല. ഏത് നരകത്ത് പോയി ഒളിച്ചിരുന്നാലും ഹമീദ് അവനെ കണ്ടുപിടിച്ചു. ഇതങ്ങനെ വെറുതെ വിട്ട അടുത്ത കല്ല് ഒരാഴ്ചയായിരിക്കും. അതോ മുളായ നീ എന്തിനാ എന്നെ നോക്കുന്നത്? നിന്റെ പേര് സിന്ധു എന്നല്ലേ? അതെ. കോളേജിൽ വെച്ച് ബാബു എന്ന് പറയുന്ന ഒരു പയ്യൻ നിന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നെന്ന് കേട്ടു. ശരിയാണോ? അല്ല. നീ അവനെ ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഉണ്ട്. ആ ശല്യം ഇന്നുകൊണ്ട് തീർക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അങ്ങ് ആരാണ്? ആരാണെന്ന് ചോദിച്ചാൽ നിന്നെ ശല്യം ചെയ്യുന്ന ആ ബാബുവിന്റെ അച്ഛൻ. അയ്യോ, ഞാൻ അമ്മേ. അമ്മയെ അച്ഛനെന്ന് വിളിക്കണ്ട, അവിടെ നിൽക്ക്. സിന്ധു എന്തിനാ കോളേജിൽ പോകുന്നത്? പഠിക്കാൻ. പഠിക്കാൻ പോയി നീ എന്തിനാ എന്റെ മോനുമായി പരിചയപ്പെട്ടത്? അവൻ ഇപ്പൊ എന്നെ വീട്ടിലിരുത്തുന്നില്ലല്ലോ. ഞാൻ അമ്മയെ വിളിക്കാം. ആ ശരി, പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. അമ്മേ, അമ്മേ, അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹം ബാബുവിന്റെ അച്ഛൻ. ഓ, പെണ്ണിന്റെ ഒരു നാണം. വാ. കാണേണ്ടവരെയെല്ലാം കണ്ടു. ഈ വിവാഹം നിനക്ക് വേണ്ടടാ മോനെ. സിന്ധുവിന് പണമില്ലാത്തതുകൊണ്ടാണോ അച്ഛാ? അല്ല, ഒരു ബീഡിത്തെറുപ്പുകാരനായ ജീവിതം ആരംഭിച്ചവനാണടാ ഞാൻ. എനിക്ക് പണം ഒരു പ്രശ്നമേ അല്ല. പിന്നെ എന്താണ് അവൾക്കുള്ള കുറവ്? ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേരാത്ത എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം അവൾക്കുള്ളതായി അച്ഛൻ കേട്ടോ? ഇല്ല. പിന്നെ കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. നീ ആ പെൺകുട്ടിയെ മറന്നേക്കൂ. അച്ഛാ, ഒറ്റ വാക്കിൽ അച്ഛനത് പറയാൻ കഴിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ എന്തിനാണ് അകറ്റുന്നത്? മോനെ, ഈ സ്നേഹത്തിലൊന്നും ഒരർത്ഥവുമില്ലടാ.
ഇതിനേക്കാളൊക്കെ വലിയ ബന്ധങ്ങൾ തകരുന്നത് കണ്ടവനാണടാ ഞാൻ. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ അവൻ കണ്ടെത്തി. സന്തോഷമായിട്ട് ആ കല്യാണം നടത്തി കൊടുക്കല്ലേ വേണ്ടത്. മോനെ, നീ വിഷമിക്കണ്ട. ഞാൻ സിന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് വരാം. നീ ഇവിടെ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? അങ്ങ് കരുതുന്ന കുറവുകൾ അവക്കുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അവകാശമില്ലാത്ത അധികാരങ്ങളൊന്നും കാണിക്കണ്ട. മനസ്സിലായില്ല. ബാബു എന്റെ മകനാണ്. അവന്റെ വിവാഹം ഞാൻ നിശ്ചയിക്കും. അതിനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. ബാബു, നിന്നെ ഇത്രയും കാലം മോനെന്ന് വിളിച്ചതിന് ക്ഷമിക്കൂ. ഞാൻ വെറും ഒരു ചുമടുതാങ്കി മാത്രമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അമ്മേ, ആർക്കും സംശയം തോന്നാത്ത വിധം ബാബുവിനെ തട്ടണം. 25,000 രൂപ കൂടി നിനക്ക് ഞാൻ തരും. എന്തു പറയുന്നു? റെഡി സർ. ഹമീദേ, മുതലാളി വിളിച്ചോ? ഹമീദേ, ഇവനാണ് നാരായണൻ. ബഹുമാനായ തമ്പുരാനെ, ഇവനാണോ ഡ്രൈവർ തല്ലിക്കൊന്നവാണേ? ഈ ഇരുമ്പോടി കൊണ്ട് ഒറ്റ അടിയേ അടിച്ചുള്ളൂ. ആള് ക്ലോസ്. എന്തിനാണപ്പാ തല്ലുന്നത്? അന്നെ കണ്ടാലേ ക്ലോസാവുമല്ലോ. ഹമീദേ, ബാബു എവിടെയുണ്ടെന്ന് അറിയാമോ? അവരുടെ വക്കീലിന്റെ വീട്ടില് ഒളിച്ച് താമസിക്കാം. അവനെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കണമല്ലോ. എന്തിന്? വക്കീൽ സാർ കാല് മാറി ഇപ്പൊ ഞമ്മടെ കൂടിയാ. നേരോ? അതാണ് കാര്യമെല്ലാം ഞമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് വടി ഞമ്മളെ കൂടി ഒന്ന് പറഞ്ഞേച്ചാ മതി. ബാബുവിനെ തല്ലിക്കൊന്ന് ചാക്ക് കെട്ടി കടലെത്തള. വെരി ഗുഡ്. ആരാണ? ഹമീദിന്റെ കൂടെ ചെല്ല്. ഇതാണ് വക്കീലിന്റെ ഓഫീസ്. ചെറുക്കൻ ഔത്തുണ്ട്. അവനെ പുറത്ത് അടിക്കാൻ നമ്മൾ വക്കീലിനോട് പറഞ്ഞിട്ടും കൊണ്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്കി. വക്കീൽ സാറേ, ആള് വന്നിട്ടുണ്ട്. എവിടെ? വാതിക്കൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ റെഡിയാണോ? റെഡി. ആളെ വിളിക്കേ. ആരാണ? ഇരുമ്പൊടി എടുത്തോ. അല്ലാ, ഒറ്റയടിക്കാക്കി മാറാൻ മയ്യത്താക്കണം. അത് ഞാൻ ഏറ്റു. വക്കീൽ സാറേ, ഇതാണ് ഇരുമ്പുപടി. ഇത് മനുഷ്യനാണല്ലോ. മനുഷ്യനാണ്. പക്ഷെങ്കിൽ പേര് ഇരുമ്പുപടിന്നാ. ഓഹോ. സാറ് ഇവന്റെ സ്ട്രൈറ്റ് കണ്ടിട്ടില്ലല്ലോ? ഇല്ലല്ലോ. എന്നാ കണ്ടോ? ചെറുക്കനെവിടെ? അതാ പുറകിലിരിക്കണേ. മന്നെ, ഇവനാണ് കമ്പനിയുടെ ഡ്രൈവറെ. ഒറ്റടിച്ച് കൊന്ന പായെ. അവന്റെ പടി കണ്ട? അതാണ് ഇരുമ്പ് പടി. ഇൻസ്പെക്ടർ, ഇവൻ ഭയങ്കരനാണ്. ഹമീദ് ഇങ്ങനെ ഒരു കെണി വെച്ചതുകൊണ്ടാണ് ഇവനെ ഇപ്പൊ കിട്ടിയത്. അമീദേ, ആരെ നോക്കുപോലെ ചെല്ല്. അമീദേ. എന്താണ് മോളെ? അല്ല, ആളെ ഞമ്മക്ക് പൊടി കിട്ടിയില്ലല്ലോ. ആരാണ്? നമ്മളെ അന്റെ ബാപ്പ പമ്പമ്മീശ കുഞ്ഞാലി. അള്ളാ, നമ്മളെ ബാപ്പ മയ്യത്തായിട്ട് 20 വർഷമായില്ല. 20 അല്ല, 21. നമ്മളിപ്പോ സുബർക്കത്ത് കാണാൻ വന്നതാ. ഒരു സംശയം, നമ്മളെ ബാപ്പാക്ക് താടിയില്ലായിരുന്നല്ലോ. അല്ല മൂപ്പരെ, സുബർക്കത്തിലുള്ള ഒസാമാര് കത്തിയും കല്ലും കൊണ്ടാണ് അവിടെ വരുന്നത്. ആട്ടെ, ബാക്കിപ്പെന്തിനാ അവിടെ വന്നത്? ഈ സൈനബാന് അന്റെ സലീമിന് ജീവനാണ്.
നടക്കൂല. കേസൊക്കെ തീർന്ന് ഡ്രൈവറെ കൊന്ന ഇരുമ്പ് തൊഴിലാളനെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു പാപ്പ. പാപ്പയോ? അതെ പാപ്പ, ഇത് ഞാനാണ് സലീം. ഒളിച്ചു നടന്ന ഇരുമ്പുവടിയെ പിടിക്കാൻ ഞാൻ പാപ്പയുടെ വേഷത്തിൽ നടക്കുകയായിരുന്നു. എന്റെ ശ്രമം വിജയിച്ചു പാപ്പ. എന്റെ മോനെ, പാപ്പ, എന്റെ പാപ്പ, എന്റെ മോനെ. എടി മോളെ, ഇതാണ് ഇതുവരെ എന്നെ പേടിപ്പിച്ച പാപ്പാന്റെ മണി. ഇനി തടിച്ചൂല. നിങ്ങളെ നിക്കാതെ പാപ്പ ഉടനെ നടത്തിട്ട്. സൈനബ, എന്റെ കരളെ, ഞാൻ നിന്റെ അച്ഛനാണ്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. എന്റെ ഇഷ്ടത്തിനോട് ചേർന്നതായിരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ? ഇല്ല, സിന്ധുവിനെ അല്ലാതെ ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. നടക്കും. ആരുടെ അനുവാദവും അനുഗ്രഹവും എനിക്ക് ആവശ്യമില്ല. ആരെതിർത്താലും അവളുടെ കഴുത്ത് ഞാൻ താലി കെട്ടും. ആ കൈ ഞാൻ വെട്ടിക്കളയും. ഇതാ ചുളിയുണ്ടെങ്കിൽ വെട്ടു. വെട്ടാൻ നിന്നെ ഞാൻ നിർത്തൂ. നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ ഈ പോര് തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നശിച്ചു. സ്നേഹവും ബന്ധങ്ങളും എല്ലാം തകർന്നു. ഒരു പെണ്ണിന് വേണ്ടി ഒഴുക്കാൻ പോകുന്ന അച്ഛന്റെയും മോന്റെയും ചോരയുടെ ഉപ്പ് നോക്കാൻ ഞാനുണ്ടായിരിക്കില്ല. ഞാൻ പോകുന്നു. നിൽക്കൂ. ഇതെ എന്റെ മകനൊരു മൃഗമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തെ എതിർക്കുന്നത്. ഇനി ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. ബാബു സ്നേഹിക്കുന്ന പെൺകുട്ടി അവന്റെ സഹോദരിയാണ്. അതെ, ലക്ഷ്മിയുടെ വയറ്റിൽ പിറന്ന് അവളുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ആ പെൺകുട്ടി ഇവന്റെ സഹോദരിയാണ്. അല്ല അല്ല, സിന്ധു അവന്റെ സഹോദരിയല്ല. നീ എന്തിനിവിടെ വന്നു? ആണിക്കത്തുന്ന തീ നോക്കി രസിക്കാൻ മനസ്സ് വന്നില്ല. അത് തള്ളിക്കെടുത്തേണ്ടത് എന്റെയും കൂടി കടമയായിപ്പോയി. നിങ്ങൾ ആരാണ്? ഭാഗ്യഹീനയായ ഒരു ഭാര്യ. അല്ല, ഭാഗ്യം തേടിപ്പോയ ഒരു അഭിസാരിക. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഇനി നിൽക്കുന്നത് എന്റെ മകനാണ്. അമ്മ. അപ്പൊ സിന്ധു ഇവളുടെ മകൾ. ഈ വിവാഹം ഞാൻ എങ്ങനെ നടത്തണം? സഹോദരി, കാടാറ് മാസവും നാടാറ് മാസവുമായി 20 വർഷങ്ങൾ ഉദിച്ച പകലിനോടും അസ്തമിച്ച രാത്രിയോടും എന്റെ ദുഃഖത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, സിന്ധു എന്റെ മകളല്ല. അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ ഞാനും സിഖുകാരനുമായിട്ടുള്ള ബന്ധം. എന്റെ കാമുകനെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ച ആ മനുഷ്യൻ ആരാണെന്ന് അങ്ങേക്കറിയാമോ? ആരാണവൻ? പറയാം. കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത്. എന്റെ പിന്നാലെ നടന്ന് വീട് വരെ വന്നു. അടുത്ത ദിവസം അങ്ങയുടെ സഹോദരിയെ വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ ഹോട്ടലിലേക്ക് പോയി. ഉഷ എന്നെ ആട്ടിപ്പുറത്താക്കി കഥവടച്ചു. പെരാണ്ടയിൽ ഇറങ്ങി നടന്ന് ഞാൻ ആ മനുഷ്യന്റെ മുമ്പിലാണ് വന്ന് പെട്ടത്. നീ പേടിക്കാതെ എന്റെ മുഖത്തേക്ക് നോക്ക്. വേണുവേട്ടൻ. അത് ലക്ഷ്മി,
വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിവഴക്കിന്റെ പേരിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ പോയ നിന്റെ സഹോദരൻ പോലീസിനെ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടി നടക്കുന്നത്. ചേട്ടാ, നിന്നെ മരുന്നുകടയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ വീട് വരെ ഞാൻ വന്നത്. ആട്ടെ, നിന്നെ ആരാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ചേട്ടൻ കൊന്ന് ഗോപിയുടെ സഹോദരൻ. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ വാതിക്ക വെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ഫോട്ടോ കണ്ട് ഞാൻ നെട്ടിപ്പോയി. സ്വന്തം സഹോദരൻ മരിച്ച വിവരം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നെങ്കിലും മടങ്ങി വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. സത്യം തുറന്നു പറയാൻ എനിക്ക് കഴിയുമോ ചേട്ടാ? രാഷ്ട്രീയ വൈരാഗ്യം വരുത്തിവെച്ച വിനയാണിതൊക്കെ. ഏതായാലും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. ഞാൻ വന്ന് നിന്റെ ഭർത്താവിനൊന്ന് പരിചയപ്പെടുത്തി. എന്റെ ജീവിതം കൂടി തകർക്കണമെന്നാണോ ചേട്ടന്റെ ആഗ്രഹം? എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി. ഇന്നുവരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒളിവിലിരുന്നുണ്ടെങ്കിലും നിന്നെ സഹായിക്കാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടാ, എത്ര വിലക്കിട്ടും അന്നു മുതൽ ചേട്ടൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഏട്ടന്റെ കടം വീട്ടി ഓണക്കോടി കൊടുത്തയച്ചു. പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയിലും പൊട്ടിത്തെറിയിലുമാണ് അവസാനിച്ചത്. സഹോദരി, ഈ ഒരു സത്യം ഭർത്താവിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ തകരുമായിരുന്നു. ഞാൻ എങ്ങനെ ആ സത്യം പറയും? അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നത് എന്റെ ചേട്ടനാണെന്ന് അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? ശരിയാണ്. അപ്പോ സിന്ധു ആരാണ്? അങ്ങയുടെ സഹോദരിയുടെ മകൾ. പക്ഷേ അവളുടെ ഭർത്താവ് എല്ലാ ദുർമാർഗങ്ങളിലേക്കും വലിച്ചഴച്ചു. ആത്മഹത്യക്ക് തുണിഞ്ഞ ഗർഭിണിയായ ഉഷയെ ഞാനും എന്റെ ചേട്ടനും രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം പ്രഭു അവിടെയും എത്തി. ചേട്ടനുമായി ഏറ്റുമുട്ടി. ചേട്ടൻ അവനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയി. അങ്ങനെ അനാഥരായി തീർന്ന ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. പ്രസവത്തിന് സമയമായപ്പോ അയൽക്കാരുടെ സഹായത്തോടുകൂടെ ഉഷയെ ആസ്പത്രിയിലാക്കി. അവളൊരു പെൺകുട്ടിയെ പ്രസവിച്ചു. പക്ഷേ ചേച്ചി, എന്റെ കുഞ്ഞിനെ ഞാൻ ചേച്ചി ഏൽപ്പിക്കുന്നു. ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നാട്ടിലെത്തി. ഉണ്ടായ സത്യങ്ങൾ അങ്ങയോട് തുറന്നു പറഞ്ഞ് മാപ്പിറക്കാൻ. പക്ഷേ അപ്പോഴാണ് ഗീതയെ വിവാഹം കഴിച്ച് അങ്ങ് സമാധാനമായി കഴിയുന്നു എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ മടങ്ങിപ്പോയി. സഹോദരി, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ നിങ്ങളുടെ മകനെ വളർത്തിയ വെറും ഒരു വളർത്തമ്മ മാത്രമാണ്. സത്യമാണോ? പറയൂ. അതെ ലക്ഷ്മി, നിന്നേക്കാൾ ദുഃഖപുത്രിയാണ് ഗീത. അമ്മേ, മോനെ, മോനെ, അമ്മേ, മോനെ. അമ്മേ. മോനെ ബാബു, നീ ഉടനെ പോയി നിന്റെ മുറപ്പെണ്ണ കൂട്ടിക്കൊണ്ടുവരണം. ശരി അച്ഛാ. ഇനി കല്യാണത്തിനുള്ള സമയം ഉടനെ നിശ്ചയിക്കണം. എന്ത് പറ്റി പാപ്പ? മോനെ വെക്കഞ്ചേരി സോമസാറിനോട് ചെന്ന് പറ, സിന്ധുവിനെ പ്രസാദും മോനും കൂടി പിടിച്ചിട്ടു എന്ന് പറ. പാപ്പയ്ക്ക് എന്ത് പറ്റിയെന്ന് പറ. ആ അമ്മമാര് ആ പെൺകൊച്ചിനെ പിടിച്ചുകൊണ്ടുവന്ന് കണ്ടപ്പോ നമ്മൾ തടഞ്ഞ് പ്രസാദ് പാപ്പനെ വെടിവെച്ചു പോലെ. പാപ്പ, മോനെ പൊന്നു പാപ്പ.
തൊലയ്ക്ക് ഞാൻ പകരം ചോദിക്കും. നീ സിന്ധുവിനെ അന്വേഷിച്ചു വന്നോ? അതെ. അപ്പോൾ ഷാനും പ്രസാദും കൂടി ബലാത്കാരായി പിടിച്ചുകൊണ്ട് അവരെ തടഞ്ഞ എന്റെ ബാപ്പയെ പ്രസാദ് വെടിവെച്ചു കൊന്നു. സലീം, ഒരു നിമിഷത്തിനുള്ളിൽ വിവാഹം നടത്തണം. ഇല്ല, ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ബലാത്കാരമായിട്ടാണോ വിവാഹം നടത്താൻ പോകുന്നത്? അതൊന്നും താൻ അറിയണ്ട. വേഗം കർമ്മം നടത്തുക. ഇല്ലെങ്കിൽ താനായിരിക്കും ഇവിടെ ആദ്യം ചത്തു വീഴുന്നത്. ആരംഭിക്കണോ? നിങ്ങൾ രണ്ടുപേരും പോയി താഴെ നിൽക്കും. ആര് വന്നാലും ജീവനോട് ഇങ്ങോട്ട് വിടരുത്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവർണം ധ്യായേ സർവവിഘ്നോപശാന്തയെ ഏകദന്തം മഹാകായം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണനാമോദരം വാസുദേവം ഭജേ ഗഗനസദൃശ്യം ലേഖവർണം സുധാംഗം. ഒന്ന് പേര് ചൊല്ലി നൽകണോ? ഏത് കർമ്മമായാലും വിധിപ്രകാരം മന്ത്രം ചൊല്ലണ്ടേ? ഓ, തന്റെ ഒടുക്കത്തൊരു മന്ത്രം. രാമനാരായണം കൃഷ്ണനാമോദരം വാസുദേവം പതി ശ്രീധരം മാധവം ഗോപിയാവല്ലഭം. പ്രസാദ്, നിങ്ങൾ ഇത്ര നികൃഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. ഈ പെൺകുട്ടി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ സഹോദരിയുടെ മകൾ. അഭിമാനമായിട്ട് ജീവിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവളെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇല്ല, ഞാനൊന്ന് നിശ്ചയിച്ചിട്ടാണ് വന്നത്. അത് നടത്താതെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോവില്ല. ജീവനെ കൊതിയുണ്ടെങ്കിൽ അവർ മടങ്ങിപ്പോരുത്.
പാപ്പയെ കൊന്ന് ദ്രോഹിയെ ഞാൻ കൊന്നു പാപ്പ. ഞാൻ പകരം വെട്ടി പാപ്പ. ഞാൻ പകരം വെട്ടി. അറസ്റ്റ്